ഹലോ എവറി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെക്ചർ 1 ആണ്. അപ്പോൾ ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതിനു മുന്നേ പറയാനുള്ളത്, നമ്മുടെ പ്രീവിയസ് വീഡിയോ സ്ട്രാറ്റജീൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിപ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന ടിപ്സാണ് തന്നിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടെ നമ്മളിന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോക്കസാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ കുറച്ച് ടിപ്സാണ്, 5 ടിപ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. അത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്മൾ പാനിക്കായിട്ട് വായിക്കരുത്, തിരക്കൂട്ടിയിട്ടൊന്നും വായിക്കരുത്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് ആൻസറിലേക്ക് വരിക. ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ 2-3 തവണ സമയം എടുത്തിട്ട് വായിക്കുക, എന്നിട്ട് മാത്രമേ ആൻസറിലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡർ ദ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ ടു ആൻസർ. അത് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. ഓക്കെ, തേർഡ് പോയിന്റ് പറയുന്നത് ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് ടീച്ചേഴ്സിൻ്റെ ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷൻ പെർഫോം ചെയ്യാൻ അങ്ങനത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ആൻസർ ചെയ്യാൻ. 2 പോയിന്റ് ഓഫ് വ്യൂ ആണ് വരുന്നത്, സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന ടീച്ചേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഇതിൽ മോസ്റ്റ് ഓഫ് ദ ഏറ്റവും വരുന്നത് സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് കീവേഡ്സ്. അത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയാണ്, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ കൂടി സ്റ്റുഡൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, വെൽഫെയർ അങ്ങനത്തെ കീവേഡ്സ് വരുന്ന കേസിൽ, അതായത് ആ കീവേഡ്സൊക്കെ പോസിറ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ അങ്ങനത്തെ കീവേഡ്സ് വരുന്ന സെൻറ്റൻസുകൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ ശരിയാണ്. മോസ്റ്റ് ഓഫ് ദ കേസ് എന്നല്ല, 100% ഷുവറാണ് അത് ആൻസറിൽ വരും. കാരണം നമ്മൾ സ്റ്റുഡൻസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് ടീച്ചിങ്. അതുകൊണ്ട് ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കീവേഡ്സ് വരുന്ന കേസസിൽ നമ്മൾ അതാണ് ആൻസറിൽ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സെലക്ട് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇതെന്ന് പറയുക ടീച്ചിങ്ങിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ബെസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും 5 പോയിൻറ്റ്സാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും യൂസ്ഫുൾ ആവും എന്തായാലും നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടീച്ചിങ്ങും ആപ്റ്റിറ്റ്യൂഡും 2 വേർഡ് കമ്പൈൻ ചെയ്തിട്ടാണ്. ടീച്ചിങ് എന്താണെന്ന് നമുക്കറിയാം, ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡു എ വർക്കാണ്. ഇതിലുകൊണ്ട് കമ്പൈൻ ചെയ്തിട്ടാണ് മീൻസ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ് ഇൻക്ലൂഡിങ് യുവർ എബിലിറ്റി ടു ടീച്ച്. അതായത് നമ്മൾ ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റും അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ടീച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു ചെക്കിങ്ങാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ഇവിടെ പറയാനുള്ള ടീച്ചിങ് വെറും ഒരു പ്രൊഫഷൻ മാത്രമല്ല, അത് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊരു ജോബും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ടീച്ചിങ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ ടീച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നല്ല റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് മറിച്ച് നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഓൾ അബൌട്ട് ഇവാലുവേറ്റിംഗ് കാൻഡിഡേറ്റ്സ് ഹു വോണ്ട് ടു എൻറ്റർ ടീച്ചിങ് പ്രൊഫഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദർ നോളജ് ആൻഡ് സ്കിൽസ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ മെയിൻലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ടീച്ചിങ് പ്രൊഫഷനിൽ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ നോളജും സ്കിൽസും ഉണ്ടോ എന്നൊരു ചെക്കിങ്ങാണ് അവിടെ നടക്കുന്നത്. അത് മെയിൻലി നമ്മുടെ നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ നോളജും സ്കില്ലും ആണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നത്, ആ ഒരു നോളജൊക്കെയാണ് നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോളജും സ്കിൽസ് നമുക്ക് വേണം ടീച്ചിങ് പെർഫോം ചെയ്യണമെങ്കിൽ. പിന്നെ ഇറ്റ് റെഫേഴ്സ് ടു ബേസിക് ക്വാളിറ്റീസ് റിക്വയർഡ് ടു ബിക്കം എ സക്സസ്ഫുൾ ടീച്ചർ. ദിസ് ഇൻക്ലൂഡ്സ് ക്വാളിഫിക്കേഷൻ, ഇൻ്റലിജൻസ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് മെനി അതർ ക്വാളിറ്റീസ് എക്സ്പെക്റ്റഡ് ഫ്രം എ പേഴ്സൺ ഹു വോണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ടീച്ചർ. അതായത് സക്സസ്ഫുൾ ടീച്ചർ ആവണമെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി ക്വാളിഫിക്കേഷൻ വേണം, ഇൻ്റലിജൻസ് വേണം, ആറ്റിറ്റ്യൂഡ് വേണം. വേറെ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ വേണം, പിന്നെ നല്ല രീതിയിൽ ക്ലാസ് മോണിറ്റർ ചെയ്യാൻ പറ്റണം, ടീച്ചർ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും നല്ല രീതിയിൽ വേണം.
ഓക്കെ, എന്നാൽ മാത്രമേ ഒരു നല്ലൊരു സക്സസ്ഫുൾ ടീച്ചർ ആവാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് മീൻസ് ഇൻട്രാക്ഷൻ ഓഫ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. അത് നമുക്കറിയാം, നമ്മുടെ മെയിൻലി ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ ഇൻട്രാക്ഷൻ ആണ് വേണ്ടത്. പിന്നെ ദേ പാർട്ടിസിപ്പേറ്റ് ഫോർ ദർ മ്യൂച്വൽ ബെനിഫിറ്റ്, ബോത്ത് ഹാവ് ദർ ഓൺ ഒബ്ജക്റ്റീവ് ആൻഡ് ടാർഗറ്റ് ഈസ് ടു അച്ചീവ് ദം. അതായത് ഇപ്പം ടീച്ചറിനാണെങ്കിലും ടീച്ചറിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, എന്നിട്ട് അതൊരു പാഷനാവും. അതോടൊപ്പം തന്നെ ഫൈനാൻസ്. പിന്നെ സ്റ്റുഡൻസിൻ്റെ കേസിൽ അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് നമുക്ക് കിട്ടുന്ന നോളജ് എൻഹാൻസ് ചെയ്യണം, ഫ്യൂച്ചർ ബിൽഡപ്പ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ കോളേജിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ രണ്ടാൾക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഈസ് എൻ ആക്ടിവിറ്റി ദാറ്റ് ഇൻഫ്ലുവൻസ് എ ചൈൽഡ് ടു ലേൺ ആൻഡ് എക്യൂർ ഡിസൈൻ നോളജ് ആൻഡ് സ്കിൽസ് സോ ദാറ്റ് ദേ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദ സൊസൈറ്റി. അതായത് ചൈൽഡിന് കിട്ടുന്ന നോളജ്, ചൈൽഡിൽ സ്റ്റുഡൻസിന് കിട്ടുന്ന നോളജ്, ആ നോളജ് കിട്ടിയാൽ മാത്രമേ അവർ സൊസൈറ്റിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചിങ്ങിലൂടെയാണ് നമ്മളത് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ടീച്ചിങ് 3 മെയിൻ ആസ്പെക്ട്സ് കം ഇൻ അവർ ഫ്രണ്ട്. അതായത് ടീച്ചിങ്ങിൽ മെയിൻലി 3 ആസ്പെക്ട്സ് ആണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ടീച്ചർ, പിന്നെ സെക്കൻഡ് സ്റ്റുഡൻറ്റ്, തേർഡ് ഈസ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. 3 ആസ്പെക്ട്സ്, ഫസ്റ്റ് ടീച്ചർ, സെക്കൻഡ് സ്റ്റുഡൻറ്റ്, പിന്നെ തേർഡ് എഡ്യൂക്കേഷൻ. ഇവർ തമ്മിൽ ഉള്ളൊരു ഇൻട്രാക്ഷനാണ് വരുന്നത്. ഇത് ട്രയാങ്കിൾ പോലെയാണ്. ഫസ്റ്റ് ടീച്ചർ, പിന്നെ സ്റ്റുഡൻറ്റ്, പിന്നെ എഡ്യൂക്കേഷൻ. ട്രയാങ്കിൾ എന്ന് പറയുന്നത് മ്യൂച്വലി ലിങ്ക്ഡ് ആണ്. ഓക്കെ, എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്. അതായത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ കുറച്ചൊരു ഡിസ്കഷൻ ഞാൻ ടീച്ചിങ്ങിൻ്റെ PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ഇവിടെ ഷോർട്ടായിട്ട് ഞാൻ പറയാം. ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, നമ്മളൊരു ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഏത് ലെവലിലാണ് ഉള്ളത്. ഇപ്പോൾ സ്കൂൾ ലെവലാണ് ആ ലെവൽ ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സ്കൂൾ ലെവലിൽ നമുക്കറിയാം ഏത് ലെവലാണ് വരുന്നത്, മെമ്മറി ലെവലാണ്. മെയിൻലി 3 ലെവലാണ് വരുന്നത് ടീച്ചിങ്ങിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്, തേർഡ് ലെവൽ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ്. ഓക്കെ, അപ്പോൾ മെമ്മറി ലെവൽ എന്ന് പറയുന്നത് സ്കൂൾ ലെവലിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്കൂൾ ലെവലിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ആ ഒരു ലെവലിൽ വേണം നമ്മൾ ടീച്ച് ചെയ്യാൻ. അപ്പോൾ കോളേജ് ലെവലിൽ പോവുകയാണെങ്കിൽ കോളേജ് ലെവലിൽ മെയിൻലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവിടെ നമ്മൾ റൂട്ട് ലേണിംഗ് അല്ല പെർഫോം ചെയ്യുന്നത്, സ്കൂൾ ലെവലിൽ റൂട്ട് ലേണിംഗ് ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ടീച്ചിങ്ങിലും ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ സ്റ്റുഡൻസിൻ്റെ ഏത് ലെവലാണോ ആ ലെവലിൽ വെച്ചിട്ട് നമുക്ക് ടീച്ച് ചെയ്യാം. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ഫോർ PhD അതിലാണ്. കാരണം സ്റ്റുഡൻസ് സ്വന്തം തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതാണ്. അണ്ടർസ്റ്റാൻഡിങ് തന്നെ കോളേജ് ലെവലിലാണ്. ടീച്ചർ അവരെ ജസ്റ്റ് ഡയറക്റ്റ് ചെയ്യുള്ളൂ, അല്ല ഡയറക്റ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ഏത് ലെവലാണെന്ന് നോക്കണം. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടർ ഓഫ് ദ ടീച്ചിങ് ഈസ് ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ്. നമുക്കറിയാം ഒരു ടീച്ചറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും പറ്റണം. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഈസ് എ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് സ്റ്റുഡൻസ്. അതായത് ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ടീച്ചിങ്. ഈ 10-12 പോയിന്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു 4, 5, 6 പോയിന്റ്സ് തന്നിട്ട് ആ 5 or 6 പോയിന്റ്സിൽ ഇതിലില്ലാത്തൊരു പോയിന്റ്സ് തരും. ആ സമയത്ത് നമ്മൾ കൺഫ്യൂസ് ആയത്. അപ്പോൾ മെയിൻലി ഈ പോയിന്റ്സൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ആൻ ആർട്ട് ഓഫ് ഗിവിങ് നോളജ് ടു ദി സ്റ്റുഡൻറ്റ് വിത്ത് എഫക്റ്റീവ് വേ. അതായത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. സ്റ്റുഡൻസിന് നല്ല എഫക്റ്റീവായിട്ട് നോളജ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഈസ് എ സയൻസ് ടു എഡ്യൂക്കേറ്റ് ഫാക്ട് ആൻഡ് കോഴ്സസ് ഓഫ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്. അതായത് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സയൻസാണ്. സയൻസ് എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡിഫറെൻറ്റ് ടോപ്പിക്സ് ടീച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കോഴ്സും എഫക്ട്സും എല്ലാം നമ്മൾ പറയും. അതുകൊണ്ടാണ് സയൻസ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണ്ടിന്യൂ ഉദ്ദേശിച്ച കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ ടീച്ചിങ്
എ ടീച്ചർ ക്യാൻ ടീച്ച് ഇഫ് ഹി ഹാസ് ഫുൾ കോൺഫിഡൻസ് ഓൺ ദ സബ്ജക്റ്റ്. അത് ഷുവറാണ്. കാരണം ഒരു ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റിൽ ഫുൾ കോൺഫിഡൻസ്, ഫുൾ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ 8th പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് എൻകറേജ് സ്റ്റുഡൻസ് ടു ലേൺ മോർ ആൻഡ് മോർ. അതായത് സ്റ്റുഡൻസിൻ്റെ നമ്മൾ മെയിൻലി നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് അവരെ ലേൺ ചെയ്യാൻ നമ്മൾ എൻകറേജ് ചെയ്യണം. ഓക്കെ. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് ഫോർമലും ആവാം, ഇൻഫോർമലും ആവാം. ഫോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലാസ് റൂം ടീച്ചിങ് ആണ്. ഇത് ടീച്ചർ ഉണ്ടാവും, സ്റ്റുഡൻസിനെ പഠിപ്പിക്കും. ഇൻഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ്, ഇപ്പോൾ ഫാദറിൻ്റെ കയ്യിൽ നിന്ന്, മദറിൻ്റെ കയ്യിൽ നിന്ന്, റിലേറ്റീവ്സ്, ബ്രദേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നോളജിനെയാണ് നമ്മൾ ഇൻഫോർമൽ നോളജ്. അതായത് സ്കൂൾ ലെവലിൽ നിന്നും കോളേജ് ലെവലിൽ നിന്നും കിട്ടാത്ത വേറെ നമുക്ക് എവിടെ നിന്നൊക്കെ നോളജ് കിട്ടുന്നു അതിനാണ് നമ്മൾ ഇൻഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ 10th പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇൻഫോർമേഷൻ ടു ദ സ്റ്റുഡൻസ്. ഇൻ ടീച്ചിങ് ടീച്ചർ ഇമ്പാർട്സ് ഇൻഫോർമേഷൻ ഇൻ എ ഇൻട്രസ്റ്റിംഗ് വേ സോ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫോർമേഷൻ. അതായത് ടീച്ചിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീച്ചർ ഇൻഫോർമേഷൻ പാസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനെ ഇൻട്രസ്റ്റിംഗ് വേയിൽ വേണം നോളജ് പാസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ 11th പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഈസ് എ ടൂൾ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻറ്റ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് ഇൻ എ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അത് നമുക്കറിയാം, ടീച്ചിങ്ങിലൂടെ സ്റ്റുഡൻസിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് നമ്മുടെ മെയിൻ മോട്ടീവ് വരുന്നത്. ഓക്കെ. ഇൻഡിപെൻഡൻ്റ് ആക്കി അവരെ സ്റ്റാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ടീച്ചിങ് ഈസ് എ പ്രൊഫഷൻ. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ സോഷ്യൽ സർവീസ്. ഓക്കെ. ഇത്രയും പോയിൻറ്റ്സാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എയിംസ് ഓഫ് ടീച്ചിങ് ആണ്. എയിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവിയസ് ഇയറിൽ ഇതിൻ്റെ ടേബിൾ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ 5 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് ദ ബിഹേവിയർ ഓഫ് ദറ്റ് സ്റ്റുഡൻസിനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെയിൻലി നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ മാറ്റാനാണ്. ലേൺ ചെയ്യാനും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അവർ ബിഹേവിയർ മാറ്റുന്നതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇംപ്രൂവ് ദ ലേണിംഗ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് കണ്ടീഷനിങ് പറയുന്നത്. കണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് മാക്സിമം ലേണിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ നടത്തുന്ന എക്സാംസും സെമിനാർസും പ്രോജക്ട്സും അതിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം അവരെ ലേൺ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, അവരുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക. അതാണ് കണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷേപ്പിംഗ് ബിഹേവിയർ ആൻഡ് കണ്ടക്ട് എന്ന് ഉദ്ദേശിക്കുന്ന ട്രെയിനിങ് ആണ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ആണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് അതിൻ്റെ നാരോ ഏരിയ ആണ്. അപ്പോൾ ഷേപ്പിംഗ് ദ ബിഹേവിയർ ആൻഡ് കണ്ടക്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ NSS ഒരു സ്പെസിഫിക് ഏരിയ ആണ്. ഓക്കെ. നമ്മുടെ കോളേജ് ലെവലിലും ഒക്കെ വരുന്നത്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, അവരുടെ ബിഹേവിയർ നമ്മൾ ഷേപ്പ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് NSS ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ട്രെയിനിങ്ങിന്. ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ് വരുന്നത്. പിന്നെ 4th പോയിന്റ് എന്ന് പറയുന്നത് എക്വിസിഷൻ ഓഫ് നോളജ്, ഇൻസ്ട്രക്ഷൻ. അതായത് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനിൽ നിന്ന് നമുക്ക് നോളജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. പിന്നെ 5th പോയിന്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ബിലീഫ്, ഇൻഡോക്ട്രിനേഷൻ. അതിനെയാണ് ഫോർമേഷൻ ഓഫ് ബിലീഫിനാണ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത്. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത് ഇതിലൊരു എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ വില്ലേജസിലെല്ലാം പോയി കഴിഞ്ഞാൽ അവരുടെ ഫാമിലീസിൻ്റെ ഒരു സ്റ്റീരിയോടൈപ്പാണ്, ഇല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവരുടെ മക്കൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ജസ്റ്റ് വേഗം ജോലി ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ അവരധികം പഠിപ്പിക്കാനൊന്നും അധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവരുടെ സ്റ്റുഡൻസിനും ഉണ്ടാവുക. അപ്പോൾ അവർ സ്കൂളിൽ വരുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ടീച്ചർമാർ വേണം ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ബിലീഫ് നമ്മൾ മാറ്റാം. ടീച്ചേഴ്സിൻ്റെ ബിലീഫ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക. അതിനാണ് ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിലീഫ് വേറൊരാളുടെ ബിലീഫിലേക്ക് മാറ്റുക. ഓക്കെ. ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിന്ന് വരുന്നത്. ഹയസ്റ്റ് ലെവൽ ഇതിലാണ്. നമ്മൾ എയിംസ് ഓഫ് ടീച്ചിങ്ങിലെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇൻഡോക്ട്രിനേഷൻ ആണ്. കണ്ടീഷനിങ് ആണ് ലോവസ്റ്റ് ലെവൽ. ഓക്കെ. അപ്പോൾ ഈ 5 പോയിന്റ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സുകളാണ്. അപ്പോൾ എവരി ടീച്ചർ wants to make maximum involvement and participation of the learners in the learning process. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ടീച്ചറുടെ മാക്സിമം മോട്ടീവ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസിനെ മാക്സിമം ടീച്ചർ എടുക്കുന്ന ആ പോർഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക് അവരെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രം നോൺ ടു അൺനോൺ. ഇവിടെ നോൺ ടു അൺനോൺ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ആദ്യം വായിക്കാം എന്നിട്ട് നോക്കാം. ഇഫ് യു ലിങ്ക് ന്യൂ നോളജ് വിത്ത് ദ ഓൾഡ് നോളജ് ആ ടീച്ചിങ് ബിക്കം ക്ലിയറർ ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. ഇവിടെ ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റുഡൻസിന് മുന്നിൽ ഒരു നോളജിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് നോളജായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്ത് പറയാൻ. ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ലിങ്ക് നമ്മുടെ ബാച്ചിലേഴ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു പുതിയ നോളജ് പുതിയതായിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ പഴയ നോളജായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അവർക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ്. ആദ്യം തന്നെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ മുന്നിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യരുത്, സിമ്പിൾ എന്ന് വേണം കോംപ്ലക്സിലോട്ട് പോകാൻ. ഇൻ ദിസ് പ്രോസസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് സിമ്പിൾ ഓർ ഈസി തിങ്സ് ഷുഡ് ബി പ്രസൻറ്റഡ് ടു ദ സ്റ്റുഡൻസ് ദെൻ പ്രൊസീഡ് ടു ദ ഡിഫിക്കൽട്ട് തിങ്സ്. ആദ്യം തന്നെ ഈസി തിങ്സിലോട്ട് പോവുക, എന്നിട്ട് ഡിഫിക്കൽട്ട്സിലോട്ട് പോവുക. ഓക്കെ, കാരണം ആദ്യം തന്നെ ഡിഫിക്കൽട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അവർ ഫെഡപ്പ് ആയിരിക്കും, അവർ മടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ സിമ്പിളിന് കോംപ്ലക്സിലോട്ട് പോകാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലസ് മൈനസ് സ്റ്റാർ ഡിവിഷൻ. അതായത് നമ്മളിപ്പോൾ ഈ മാത്തമാറ്റിക്കൽ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിവിഷനിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ഡിവിഷനെ പറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സബ്സ്ട്രാക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ ആദ്യം തന്നെ പ്ലസ് മൈനസ് എന്നിട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിപ്പിക്കാം. അപ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്, ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പഠിപ്പിക്കാൻ. തേർഡ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. കോൺക്രീറ്റ് തിങ്സ് ആർ സോളിഡ് തിങ്സ് വിച്ച് ദീസ് ക്യാൻ വിഷ്വലൈസ്ഡ് ഇൻക്ലൂഡിംഗ് 5 senses. But abstract things are only imaginative things. If we teach students with the help of concrete, they will never forget the subject matter. കോൺക്രീറ്റ് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ 5 senses ഉണ്ട്. 5 senses എന്ന് ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ്: നമ്മുടെ ഐ, പിന്നെ നമ്മുടെ ഹിയർ, പിന്നെ നോസ്, ടച്ച്, പിന്നെ ടങ്ക്. ഇതാണ് 5 സെൻസസ് വരുന്നത്. അപ്പോൾ ഈ സെൻസസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും വലിയ ഇൻഫോർമേറ്റീവ്. അതായത് അതിനാണ് നമ്മൾ കോൺക്രീറ്റ് തിങ്സ് എന്ന് പറയുന്നത്, അതായത് സോളിഡ് തിങ്സ്. പിന്നെ എബ്സ്ട്രാക്ട് തിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡായിട്ടാണ്. നമ്മുടെ മൈൻഡിൽ ഇമാജിനേറ്റീവ് ആണ് അവിടെ വരുന്നത്. എബ്സ്ട്രാക്ട് തിങ് എന്ന് പറയുന്നത് ഇമാജിനേറ്റീവ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ 1/2 ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. ഒരു വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് ചെറിയ കുട്ടികളെ നമ്മൾ ലേൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് തിങ് എന്ന് പറയുമ്പോൾ അവരെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുക എന്നാണ് ഇവിടെ ആ 5 സെൻസസ് ഒരു സെൻസസ് ഏറ്റവും ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ 1/2 എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺക്രീറ്റ് തിങ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രണ്ടിലൊരു ഭാഗമാണ് ഈ ഒരു മീനിങ് ഇവിടെ വരുന്നത്. ഇങ്ങനെ വെച്ച് പഠിപ്പിക്കുന്നതും ഒരു ഡയറക്റ്റായിട്ട് എബ്സ്ട്രാക്റ്റ് മൈൻഡിലാണ് വരുന്നത്. മൈൻഡിൽ നമ്മൾ 1/2 എന്നുള്ള ഇൻഫോർമേഷൻ അവർക്ക് കിട്ടണമെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് കോൺക്രീറ്റ് ഉദ്ദേശിക്കുന്നത് അവർക്ക് നേരിട്ട് കാണാനും തൊട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷനാണ് കോൺക്രീറ്റ് തിങ്സ് ഉദ്ദേശിക്കുന്നത്. എബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് മൈൻഡിൽ ഇമാജിൻ ചെയ്ത് കിട്ടുന്ന ഇൻഫോർമേഷനാണ്. അപ്പോൾ പറയാനുള്ളത് ഫസ്റ്റ് കോൺക്രീറ്റിൽ നിന്ന് എബ്സ്ട്രാക്റ്റിലോട്ട് പോകാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഫ്രം അനാലിസിസ് ടു സിന്തസിസ്. ഡിഫിക്കൽട്ട് ഓർ കോംപ്ലെക്സ് ടോപ്പിക് ഓർ സബ്ജക്ട് മാറ്റർ ഈസ് ബ്രോക്കൺ ഇൻ ടു ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓൾസോ നോൺ ആസ് പെർട്ടിക്കുലർ ടു ഓൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ടീച്ചർ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഡിഫിക്കൽട്ട് ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന് ഓവറോൾ ഐഡിയ ഉണ്ടാവും. ആ ഐഡിയനെ നമ്മൾ ഡിവൈഡ് ചെയ്യാം, ഡിഫറെൻറ്റ് പാർട്സാക്കി ഡിവൈഡ് ചെയ്ത് ഇൻഡിവിജ്വലി നമ്മൾ സോൾവ് ചെയ്യാം. ഇൻഡിവിജ്വലി അതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്തിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. ഓക്കെ, കാരണം ഇതിന് ഓവറോൾ ഒരു കോംപ്ലക്സ് ഐഡിയ നമ്മൾ സ്റ്റുഡൻസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് മാറ്ററിനെ ഡിവൈഡ് ചെയ്യാം, ബ്രോക്ക് ചെയ്തിട്ട് ശേഷം ഇതിനാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് ചെയ്തത് ഈ ബ്രോക്കൺ പാർട്സിനെ ലാസ്റ്റിലേക്ക് കമ്പൈൻ ചെയ്യാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിന്തസിസ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് ആ ബ്രോക്കൺ പാർട്സിനെ ലിങ്ക് ചെയ്തുകൊണ്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, ഇൻഡിവിജ്വൽ അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്യുന്നതിനാണ് സിന്തസിസ് എന്ന് പറയുന്നത്. അനാലിസിസ് എന്ന് പറയുന്നത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ടീച്ചിങ്ങിൻ്റെ കേസിൽ മാത്രമല്ല, സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റിനെ നമ്മൾ ഓരോ മൊഡ്യൂളാക്കി കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓരോ മൊഡ്യൂൾ വൈസ് പഠിച്ചിട്ട്
ജസ്റ്റ് ഓവറോൾ കമ്പൈൻ ചെയ്യും. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. പിന്നെ അതിനെയാണ് പെർട്ടിക്കുലർ ടു ഹോൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗസ്റ്റാൾ സൈക്കോളജി എന്ന് അതിന് പറയാം. ആ സൈക്കോളജിസ്റ്റ് ആണ് ഈ മെത്തേഡ് പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് പ്രൂവ്ഡ് ദാറ്റ് വി ഫസ്റ്റ് സീ ദ ഹോൾ ഒബ്ജക്റ്റ് ആൻഡ് ദെൻ ഇറ്റ്സ് പാർട്സ്. ആദ്യം തന്നെ നമ്മളിപ്പോൾ വലിയൊരു ടാസ്കിന് വലിയൊരു ടാസ്ക്കാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു മൊഡ്യൂൾ പഠിക്കുകയാണ്. ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ ആ മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ നമ്മളെടുക്കും. ഓവർവ്യൂ എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻ പോർഷനെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വി ഫസ്റ്റ് പെർസീവ് ദ ട്രീ. ഒരു ട്രീനെ ആദ്യം നമ്മൾ പെർസീവ് ചെയ്യും, എന്നിട്ടാണ് അതിൻ്റെ ലീവ്സും ബ്രാഞ്ചസും എല്ലാം നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഈവൻ നമ്മുടെ യൂണിറ്റിൻ്റെ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ പോലും മൊഡ്യൂൾ ഒരു ഹോളായിട്ട് കൺസിഡർ ചെയ്യുക. മൊഡ്യൂൾസിലെ ഓരോ പോർഷൻസിനും നമ്മൾ പാർട്സാക്കി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ജനറൽ ടു പെർട്ടിക്കുലർ വേനെയാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പെർട്ടിക്കുലർ ടു ഹോൾ. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഫ്രം എംപിറിക്കൽ ടു റാഷണൽ. എംപിറിക്കൽ നോളജ് ഈസ് ദാറ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, ആൻഡ് റാഷണൽ നോളജ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. കമ്പ്യൂട്ടർ ലാബിൽ നമ്മൾ സ്റ്റുഡൻസിന് ഒരു പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഓരോ സിൻടാക്സ് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, സ്റ്റുഡൻസിന് നമ്മൾ ടീച്ച് ചെയ്യുകയാണെങ്കിൽ ടീച്ചർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് അത് എംപിറിക്കൽ ടു റാഷണലിൻ്റെ വേയിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ലൈൻ ഓഫ് കോഡ് സ്റ്റുഡൻസിനെ ജസ്റ്റ് കാണിച്ചിട്ട് ഒബ്സർവ് ചെയ്യിപ്പിക്കുക. അതായത് ആ ഒരു ലൈൻ ഓഫ് കോഡ് പെർഫോം ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വേനെയാണ് നമ്മൾ എംപിറിക്കൽ ടു റാഷണലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം ആ ഒരു വേ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ അത് മനസ്സിലാവാൻ പറ്റും. അതായത് ഒരു പെർട്ടിക്കുലർ ലൈൻ ഓഫ് കോഡ് അവരെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരിക. ഇത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് കുറച്ചും കൂടെ മനസ്സിലാവും. പക്ഷേ ഇത് എല്ലാവർക്കും ഓവറോൾ ജനറൽ എക്സാമ്പിളേക്ക് എടുത്തുന്നുള്ളൂ. ഇനി ഈവൺ അതിപ്പോൾ നമ്മൾ കെമിസ്ട്രി ലാബിൽ എടുക്കുകയാണെങ്കിൽ കൂടി കെമിസ്ട്രിയിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ പെർഫോം ചെയ്തിട്ട് അതിൻ്റെ സാർ ഒരു എക്സ്പ്ലനേഷൻ തരികയാണെങ്കിൽ ആ ഒരു വേനെയാണ് നമ്മൾ എംപിറിക്കൽ ടു റാഷണൽ എന്ന് പറയുന്നത്. എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷനാണ്, പിന്നെ അതിൻ്റെ റാഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും പോയിൻറ്റ്സാണ് നമ്മുടെ മാക്സിമം ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, കുറച്ച് MCQs. ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെയിൻ എയിം ഓഫ് ടീച്ചിങ് ഈസ് A. to develop only reasoning, B. to develop only thinking, C. both A and B, D. to give information. അത് നമ്മൾ ടീച്ചിങ്ങിൻ്റെ മെയിൻ എയിമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ട ബെസ്റ്റ് ഓപ്ഷനാണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്താ? കുട്ടികളുടെ റീസണിങ് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക. അതോടൊപ്പം തന്നെ B എന്ന് പറയുന്നത് ഓൺലി തിങ്കിങ്. പിന്നെ C ഓപ്ഷനിൽ ബോത്ത് A and B ഉണ്ട്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് A and B ആണ്. ടു ഗിവ് ഇൻഫർമേഷനും വരുന്നതാണ്, പക്ഷേ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ വരുന്നത് ബോത്ത് A and B. ഓക്കെ, സ്റ്റുഡൻസിന് തിങ്കിങ്ങും ഡെവലപ്പ് ചെയ്യിപ്പിക്കണം, റീസണിങ്ങും ഡെവലപ്പ് ചെയ്യിപ്പിക്കണം, ബോത്ത് A and B. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ എഫക്റ്റീവ് ടീച്ചർ ഈസ് ഓൺ ഹു ക്യാൻ. ഇത് എഫക്റ്റീവ് ടീച്ചർ ആരായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ എ ക്ലാസ്, B കൺട്രോൾ എ ക്ലാസ് വരുമോ നമുക്ക് നോക്കാം. B എന്ന് പറയുന്നത് ഗിവ് മോർ ഇൻഫർമേഷൻ ഇൻ ലെസ് ടൈം, C മോട്ടിവേറ്റ് സ്റ്റുഡൻറ്റ് ടു ലേൺ, D കറക്റ്റ് ദ അസൈൻമെൻറ്റ് കെയർഫുള്ളി. നേരത്തെ തന്ന ടിപ്സിലുണ്ടായിരുന്നു നമ്മൾ സ്റ്റുഡൻസിനെ മാക്സിമം പോസിറ്റീവായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റും പിന്നെ എന്തായിരുന്നു പറഞ്ഞത്, ഡെവലപ്മെൻറ്റും ഇമ്പ്രൂവ്മെൻറ്റും എന്നുള്ള അങ്ങനത്തെ ടേംസ് വരികയാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കൺട്രോൾ ദ ക്ലാസ് വരും, ടീച്ചർ ഒരു ക്ലാസ് കൺട്രോൾ ചെയ്താൽ മതിയോ? അതെന്തായാലും വരില്ല, ബെസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ്. പിന്നെ ഗിവ് മോർ ഇൻഫർമേഷൻ ലെസ് ടൈം, ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രം കുറഞ്ഞ സമയം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ഓവർലോഡാവും. ബെസ്റ്റ് ഓപ്ഷൻ മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ലേൺ, ഇത് ശരിയാണ്. കറക്റ്റ് ദ അസൈൻമെൻറ്റ് കേപ്പബിൾ, അസൈൻമെൻറ്റ് കറക്റ്റ് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ലേൺ ചെയ്യാൻ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അതാണ് കറക്റ്റ് ആൻസർ. C ഓപ്ഷനാണ് വരുന്നത് എഫക്റ്റീവ് ടീച്ചറിൻ്റെ പോയിന്റ്. തേർഡ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ 3 കോമ്പണൻറ്റ്സ് ഓഫ് ദ എഡ്യൂക്കേഷൻ പ്രോസസ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ് വരുന്നത്? എഡ്യൂക്കേഷൻ, ടീച്ചർ, ബുക്സ്, എല്ലാ. B ടീച്ചർ, സ്റ്റുഡൻസ്, എഡ്യൂക്കേഷൻ, കറക്റ്റാണ്.
ടീച്ചർ ലേണിംഗ് പ്രാക്ടീസ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ടീച്ചിങ് ലേണിംഗ് പ്രാക്ടീസ് അതെന്തെങ്കിലും വരില്ല. ഡയറക്ഷൻ ഇൻസ്ട്രക്ഷൻ സ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ 3 കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ടീച്ചർ, സ്റ്റുഡൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഈ 3 വരുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ വീഡിയോ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ നോളജ് എൻഹാൻസ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാൻ പറ്റി നിങ്ങൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് വേണ്ടിയിട്ടാണ്. വീഡിയോ ലൈക്കും നിങ്ങൾ അതിൻ്റെ ഒരു സജഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് വീഡിയോയിൽ എനിക്ക് മാറ്റം വരുത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, യൂസ്ഫുൾ ആയി എന്ന് പറയാം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ, കാരണം നിങ്ങൾ തരുന്ന ഈ ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ അഥവാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.